ഹായ് ഹലോ എല്ലാവർക്കും സ്റ്റാർ ബൈ ടാലറ്റ് മലയാളം റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇതൊരു പുതിയ ചാനലാണ്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്ന റീഡിംഗ് എന്ന് പറയുന്നത്, നിങ്ങളുടെ പേഴ്സൺ ഒരു തേർഡ് പാർട്ടി വലയത്തിൽ അകപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവരുടെ സിറ്റുവേഷൻ എന്താണ്, ഇപ്പോൾ അവർ എന്ത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നറിയാനുള്ള റീഡിംഗ് ആണ്. അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ പൈലൊന്നും ചൂസ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമില്ല. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക. അതുപോലെ ഇത് ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നമുക്കിവിടെ കിട്ടുന്നത് 5 ഓഫ് പെൻറ്റക്കിൾ, ടവർ കാർഡ്, വാവ്, ജസ്റ്റിസ്, 10 ഓഫ് സോർഡ്സ്, 8 ഓഫ് സോർഡ്സ്, 5 ഓഫ് വാൻഡ്സ്, 6 ഓഫ് കപ്സ് ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് കിട്ടുന്നത്. ബോട്ടം എനർജി കിട്ടുന്നത് ചാരിറ്റി കാർഡാണ്. അതുപോലെ 5 ഓഫ് കപ്സും ഉണ്ട്, എംപ്രസ്സും ഉണ്ട്. ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. നമുക്ക് ഏഞ്ചൽ മെസ്സേജും കൂടെ നോക്കാം. ബിഗ് ഹാപ്പി ചേഞ്ചസ് കിട്ടിയിട്ടുണ്ട്. റൊമാൻസ് ഏഞ്ചൽ മെസ്സേജ് നോക്കാം. നമുക്ക് ഇത്രയാണ് കിട്ടിയിരിക്കുന്നത്. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള സ്പ്രെഡാണ്. ബിക്കോസ് പെയിനിൻ്റെ എക്സ്ട്രീം ലെവൽ ഡിഫൈൻ ചെയ്യുന്ന കാർഡിൽ ചിലതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് റെസനേറ്റ് ആയാൽ ക്ലെയിം ചെയ്യുക കേട്ടോ. നിങ്ങൾ എഴുതി ക്ലെയിം ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. സോ പെട്ടെന്ന് അട്രാക്റ്റ് ആവുകയും ചെയ്യും. സോ നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടു കളഞ്ഞേക്കാം. ഇവിടെ മെയിനായിട്ട് നമുക്ക് കിട്ടുന്ന എനർജി അനുസരിച്ച് ഈ വീഡിയോ കാണുന്ന 80% ആൾക്കാരും ഒരു കടുത്ത ഡിപ്രഷനിലൂടെ പോയതായിട്ട് കാണിക്കുന്നു. ബിക്കോസ് ഓഫ് ദിസ് ബ്രേക്കപ്പ് സിറ്റുവേഷൻ. അതിൽ കുറേ പേര് ഡിപ്രഷൻ്റെ ടാബ്ലറ്റ് ഒക്കെ കഴിച്ചിരിക്കുന്നതായിട്ടും കാണുന്നു. അത്രയ്ക്കും മുറിവുകൾ നിങ്ങൾക്ക് സമ്മാനിച്ച ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് ഇത് കാണിക്കുന്നു. ആ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്ത് മറ്റൊരു പേഴ്സൻ്റെ കൂടെ പോയതായിട്ട് കാണിക്കുന്നു. ഇവിടെ കരിയർ ഇഷ്യൂവോ അല്ലെങ്കിൽ ഫാമിലി ഒന്നുമല്ല തേർഡ് പാർട്ടി ആയിട്ട് കാണിക്കുന്നത്. ഇറ്റ്സ് ആൻ അനദർ പേഴ്സൺ. ചിലവർക്ക് ഇത് വർഷങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് കാണിക്കുന്നു. ആദ്യമൊക്കെ നല്ല രീതിയിൽ പോയിരുന്ന ഈ റിലേഷൻഷിപ്പ് കാലം കടന്നു പോയപ്പോൾ ഒരു ടോക്സിക് ആയിട്ട് മാറുകയും പിന്നീട് അത് ചീറ്റിങ്ങിലേക്ക് എത്തുകയും ചെയ്തു. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ വലിയ കാര്യമായിരുന്നതായിട്ട് കാണിക്കുന്നു. എന്നാൽ പിന്നീട് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ പേഴ്സണിൽ ചേഞ്ച് വന്നതായിട്ടും നിങ്ങൾ സ്വയം ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടിയിട്ട് ടോക്സിക് ആയി ഡ്രാമ കളിക്കുകയും ചെയ്തതായിട്ട് കാണിക്കുന്നു. നിങ്ങൾ അപ്പോഴൊക്കെ ഒരുപാട് ബെക്ക് ചെയ്ത് പുറകെ പോയതായിട്ടും കാണിക്കുന്നു. ഈ റിലേഷൻഷിപ്പ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരുപാട് എഫേർട്ട് എടുത്തു. എന്നാൽ അവർ അതിന് ഒരു വാല്യൂവും തന്നതായിട്ട് കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർ നിങ്ങളെ കൂടെ അവോയ്ഡ് ചെയ്തുകൊണ്ടേയിരുന്നു. ഒരുപക്ഷെ ആ ഒരു ലാസ്റ്റ് മൊമെൻറ്റിലാകാം നിങ്ങൾക്ക് മനസ്സിലായത് നിങ്ങളുടെ പേഴ്സൻ്റെ മാറ്റത്തിൻ്റെ കാരണം ഒരു തേർഡ് പാർട്ടി ആയിരുന്നെന്ന്. എനിക്കറിയില്ല കേട്ടോ ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആകുമെന്ന്. റെസനേറ്റ് ആകുന്നവർ മാത്രം ബാക്കി കേൾക്കുക. സോ അങ്ങനെ ഒരു ചീറ്റിംഗ് അനുഭവിച്ചവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാനായിട്ട് യൂണിവേഴ്സായി തന്നെ ഒരു അവസരം ഒരുക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ബിക്കോസ് നിങ്ങളെ വേദനിപ്പിച്ച് പോയ ആ ഒരാൾ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് കർമ്മ ഹിറ്റ് ചെയ്തതായിട്ട് കാണിക്കുന്നു. ഒരു 70% ആൾക്കാരുടെ പേഴ്സണലും കർമ്മ നേടേണ്ടി ഇതിനോടകം വന്നിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് ഉടനെ തന്നെ കർമ്മ നേടേണ്ടി വരുമെന്നും കാണിക്കുന്നുണ്ട്. കാരണം ഇവിടെ നമുക്ക് കിട്ടുന്ന എനർജി പ്രകാരം ഈ വീഡിയോ കാണുന്ന മജോറിറ്റി ആൾക്കാരും പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിരുന്ന ട്രോമയിൽ നിന്ന് ഏകദേശം വെളിയിൽ വന്നതായിട്ട് കാണിക്കുന്നു. ബാക്കി കുറച്ച് പേർ മാത്രം കംപ്ലീറ്റ് ആയിട്ട് വെളിയിൽ വരാതെ എന്നാൽ അവർ അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരിക്കാം, സന്തോഷത്തോടെയുള്ള ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം, നിങ്ങളുടെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതെല്ലാം അവർ സ്പൈ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. അവർ ഇല്ലാത്ത നിങ്ങൾ ഹാപ്പിയാണെന്ന് അവർ വിചാരിക്കുന്നതായിട്ടും കാണിക്കുന്നു. സോ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ പേഴ്സൺ അവർ ചെയ്ത കർമ്മത്തിനുള്ള ഫലം കിട്ടിക്കഴിഞ്ഞു. ബിക്കോസ് ഇപ്പോൾ അവർ ലൈഫിലെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് കാണിക്കുന്നത്. അവർ പോലും പ്രതീക്ഷിക്കാത്ത ടൈമിലാണ് ഒരു ടവർ മൊമെൻറ്റ് വന്നത്. അതുപോലെ നിങ്ങളുടെ പേഴ്സണൽ തേർഡ് പാർട്ടി നന്നായിട്ട് ഫിനാൻഷ്യലി പറ്റിച്ചതായിട്ട് കാണിക്കുന്നു. ചിലർക്ക് ഇവിടെ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നതായിട്ട് കാണിക്കുന്നു. അതുപോലെ അവരും തേർഡ് പാർട്ടിയും തമ്മിൽ എപ്പോഴും കോൺഫ്ലിക്റ്റ് ആയിരുന്നെന്നും അതുമൂലം നിങ്ങളുടെ പേഴ്സണ് സമാധാനമില്ലായിരുന്നു എന്നുമാണ് കാണിക്കുന്നത്. ഇത്രയും നാൾ നിങ്ങളുടെ പേഴ്സൺ അവരുടെ കൺട്രോളിലായിരുന്നു എന്നും കാണിക്കുന്നു. എന്നാൽ യൂണിവേഴ്സൽ ജസ്റ്റിസിലൂടെ അവർക്ക് ഇപ്പോൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലായതാണ് കാണിക്കുന്നത്. നിങ്ങളുടെ മെമ്മറീസ് അവരെ അലട്ടുന്നതായിട്ട് കാണിക്കുന്നു. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ലൈഫായിരുന്നു ഏറ്റവും മനോഹരമായിരുന്നത് എന്ന ബോധ്യം അവർക്ക് വന്നതായിട്ട് കാണിക്കുന്നു. ഞാൻ വീണ്ടും പറയുന്നു, മജോറിറ്റി ആൾക്കാരുടെ പേഴ്സണ് ഒരു കർമ്മ കിട്ടിയതായിട്ടാണ് കാണിച്ച് വ്യക്തമാക്കുന്നത്. അല്ലാത്തവർക്ക് ഉടനെ തന്നെ അത് ലഭിക്കുമെന്നും കാണിക്കുന്നു. അതുപോലെ നമുക്ക് വീലക്കുറിച്ചും കിട്ടിയിട്ടുണ്ട്. അതൊരു ഡെസ്റ്റിനി റെപ്രസെൻറ്റ് ചെയ്യുന്ന കാർഡാണ്. അതുപോലെ നിങ്ങളുടെ ഭാഗത്തേക്ക് ലക്ക് വരുന്നതായിട്ട് കാണിക്കുന്നു. അവരെത്രയും
പെട്ടെന്ന് നിങ്ങളോടൊരു അപ്പോളജി ചോദിച്ചുകൊണ്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നു. ബിക്കോസ് ബോട്ടം എനർജി നമുക്ക് കിട്ടിയിരിക്കുന്ന ചാരിഫ് എന്ന് പറയുന്ന കാർഡാണ്. ചെയ്തു പോയ തെറ്റിനെല്ലാം നിങ്ങളോട് ക്ഷമ ചോദിക്കണമെന്നും ഒരു സെക്കൻഡ് ചാൻസ് കിട്ടുമോ എന്ന് യാചിക്കുന്നതിന് വേണ്ടിയാണ് അവർ വരുന്നതെന്നാണ് കാണിക്കുന്നത്. നിങ്ങളുമായി ഒരു ഫാമിലി വേണമെന്നും നിങ്ങളിൽ ഒരു കുട്ടി വേണമെന്നും അവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നു. ബിക്കോസ് ബോട്ടം എനർജിയിൽ തന്നെ നമുക്ക് എംപ്രസ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. കാണുന്നത് ജെൻസ് ആണെങ്കിൽ അതനുസരിച്ച് എടുക്കാം കേട്ടോ. ഇവിടെ വിരലിൽ എണ്ണാവുന്ന കുറച്ച് പേരുടെ പേഴ്സൺ മാത്രം ഇതിനോടകം തന്നെ ഒരു സോറിയുമായിട്ട് വന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അല്ലാത്തവർക്ക് ഉടനെ തന്നെ അങ്ങനെ ഒരു വരവ് പ്രതീക്ഷിക്കാം. ബിക്കോസ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു എക്സ്ട്രീം ലെവൽ പെയിനിലൂടെയാണ് പോകുന്നത്. ആൾക്ക് കുറ്റബോധമുണ്ട്, ഫെയിലിയറാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, ഒറ്റപ്പെടലുണ്ട്, അങ്ങനെ എല്ലാം തന്നെ ഉള്ളതായിട്ട് കാണിക്കുന്നു. സോ സ്വീകരിക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. സോ നിങ്ങൾ എന്തെങ്കിലും ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് ചിന്തിച്ച് തന്നെ എടുക്കുക. അതുപോലെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഏഞ്ചൽ മെസ്സേജ് എന്ന് പറയുന്നത് ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്നുള്ളതാണ്. അതായത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഉടനെ തന്നെ ലൈഫിലേക്ക് ഒരു ബിഗ് ഹാപ്പി ചേഞ്ചസ് വരുന്നതായിട്ട് കാണിക്കുന്നു. അതിനായിട്ട് നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ കൺട്രോൾ ചെയ്യുന്ന ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, അതെല്ലാം പിടിച്ചു വെക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ലെറ്റ് ഗോ ചെയ്യുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. നമുക്ക് കുറച്ച് ക്ലൂസും കാര്യവും കൂടെ നോക്കാം. ആദ്യം തന്നെ കോഴിക്കോട് എന്ന് പറയുന്ന ജില്ല കിട്ടിയിട്ടുണ്ട്. അടുത്ത ലെറ്റർ എച്ച് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത ഡിസംബർ എന്ന് പറയുന്ന മാസം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. ഉത്രം എന്ന് പറയുന്ന നക്ഷത്രം കിട്ടിയിട്ടുണ്ട്. തിരുവോണം എന്ന് പറയുന്ന നക്ഷത്രം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ലെറ്റർ കെ കിട്ടിയിട്ടുണ്ട്. ജെമിനി സോഡിയക് സൈൻ കിട്ടിയിട്ടുണ്ട്. അടുത്ത നവംബർ എന്ന് പറയുന്ന മാസം നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം, ബർത്ത് മന്ത് ആയിരിക്കാം. ഓക്കെ, ലാസ്റ്റ് കാപ്രിക്കോൺ എന്ന് പറയുന്ന സോഡിക് സൈനും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അവർക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. നോ വൺ മേക്സ് മീ ഫീൽ ദ വേ യു ഡു. യു ആർ ദി ബെസ്റ്റ് ഐ എവർ ഹാഡ്. ഓക്കെ, നിങ്ങൾ അവരെ കെയർ ചെയ്തതുപോലെ അവരുടെ ലൈഫിൽ ആരും തന്നെ കെയർ ചെയ്തിട്ടില്ല. നിങ്ങളായിരുന്നു അവർക്ക് കിട്ടിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്നാണ് അവർ പറയുന്നത്. പ്ലീസ് ഗീവ് മീ എ സെക്കൻഡ് ചാൻസ്. ഓക്കെ, അവർക്കൊരു സെക്കൻഡ് ചാൻസ് കൊടുക്കുമെന്ന് അവർ പറയുന്നുണ്ട്. ഐ നോ ഐ വാസ് എ ഡിസ്ട്രാക്ഷൻ ഫ്രം യുവർ പെയിൻ. അതായത് നിങ്ങളുടെ പെയിനിനുള്ള കാരണം അവരാന്നുള്ള കാര്യം അവർക്കറിയാം. ഐ തിങ്ക് ദാറ്റ് യു ആർ ബെറ്റർ ഓഫ് വിത്തൗട്ട് മീ. ഒക്കെ അവർ പറയുന്നുണ്ട്, അവരില്ലാതെ നിങ്ങൾ ഹാപ്പി ആണെന്നുള്ള വിചാരമാണ് അവർക്കുള്ളത്. നോ അതർ കമ്പയർസ് ടു യു. ഓക്കെ, നിങ്ങളെ കമ്പയർ ചെയ്യാനായിട്ട് അവരുടെ ലൈഫിൽ വേറെ ആരുമില്ല എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ഇതായിരുന്നു നിങ്ങൾക്കുള്ള റീഡിങ്. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ക്ലെയിം ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.